resilient mother of 3 daughters, resides in Nadavayal, a town in the Wayanad district. Minnie's transformation began when she became a beneficiary of the Family Development Program, FDP, under the Save a Family Plan project, supported by Save a Family Plan India and implemented by the Wayanad Social Service Society. Through the FDP program of Save a Family Plan India, she received support for tailoring. As the COVID-19 pandemic created widespread economic disruptions, Save a Family Plan India launched the COVID Rehabilitation Program, CRP, to provide additional support to those affected. Recognizing Minnie's potential and determination, the CRP offered her further assistance to expand her income sources. Through the CRP, Minnie received support for tailoring, including advanced training and essential equipment. This enabled her not only to enhance her tailoring skills, but also to start providing tailoring training to other women in the nearby town. By sharing her knowledge and skills, Minnie has empowered many other women in her community to become self-sufficient. In addition, she utilized some money for mushroom cultivation. എൻ്റെ പേര് മിനി പി എൽ. ഞങ്ങൾ നടവയിൽ കായക്കുന്ന് ഭാഗത്ത് താമസിക്കുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഞാനും 3 പെൺമക്കളും അടക്കുന്ന കുടുംബമാണ്. WSSൻ്റെ സേവ് എ ഫാമിലിയുടെ ഭാഗമായി ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ ലഭിക്കുകയും അതിലൂടെ തയ്യലിനായിരുന്നു ഞാൻ എടുത്തിരുന്നത്. തയ്യൽ കട തുടങ്ങി അതിൻ്റെ വരുമാനത്തിലൂടെ സൈഡായിട്ട് കൂൺ കൃഷിയും കൂടി ആരംഭിച്ചു. ഇപ്പം രണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കുന്നതിനും സാധിക്കുന്നു. ഞങ്ങൾ 4 വർഷത്തോളമായി കൂൺ കൃഷി തുടങ്ങിയിട്ട് ലില്ലീസ് എന്ന ബ്രാൻഡിലാണ് കൂൺ മാർക്കറ്റിലെത്തിക്കുന്നത്. ലില്ലീസിൻ്റെ 3 ഔട്ട്ലെറ്റുകൾ മാനന്തവാടിയിൽ ഉണ്ട്. അവിടെയാണ് കൂണ് സെയിൽ ചെയ്യുന്നത്. 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. 90 രൂപയാണ് വില. ഏകദേശം 30-35 പാക്കറ്റുകളോളം ഡെയിലി ലില്ലീസിൽ എത്തിക്കുന്നുണ്ട്. കൂടാതെ വീടുകളിൽ നിന്ന് വന്ന് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും ലില്ലീസ് മഷ്റൂം ലഭ്യമാണ്. ഏകദേശം ഒരു ദിവസം 2500 രൂപയുടെ വരുമാനമാണ് ഞങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. നമുക്ക് വീടുകളിൽ പറമ്പിൽ നിന്ന് ലഭിച്ചിരുന്ന ആ പാവക്കൂണിൻ്റെ അതേ ടേസ്റ്റാണ് നമുക്കിതിന്. അതിൻ്റെ തന്നെ ഇനമാണ് ഇത് വരുന്നത്. അതിൻ്റെ അതേ ടേസ്റ്റോടു കൂടി നല്ല ക്വാളിറ്റിയിലാണ്, ഒരു വിഷമയും ഇല്ലാതെ നല്ല പോഷകസമൃദ്ധമായിട്ടാണ് ഞങ്ങൾ ഇറക്കുന്നത്. ഇപ്പം നല്ല നിലയിൽ പിന്നെ വരുമാനം ലഭിക്കുന്നുണ്ട്. നന്നായിട്ട് നല്ല ഡിമാൻഡോട് കൂടി സാധനം വിറ്റഴിഞ്ഞ് പോകുന്നുണ്ട്. ഇവിടെ വന്ന് തന്നെ ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. പിന്നെ ലില്ലീസിൻ്റെ ഔട്ട്ലെറ്റിൽ സാധനങ്ങൾ വിൽക്കാറുമുണ്ട്. The steady income from selling mushrooms helped her manage household expenses and ensured her daughters could continue their education. Minnie's dual ventures in mushroom cultivation and tailoring have significantly improved her financial stability. The income from these businesses allows her to provide a better quality of life for her daughters, including access to better educational opportunities. Now she is selling mushrooms under the label Lily's Mushroom. In Mananthavadi, this brand has 3 outlets selling her mushrooms. This variety of mushrooms has high demand in this area. She receives around 2,400 rupees per day from mushroom cultivation alone. ഇതാണ് ഞങ്ങളുടെ ടൈലറിംഗ് ഷോപ്പ്. 13 വർഷത്തോളമായി ഞങ്ങളിത് ചെറിയ രീതിയിൽ ഒരു കട തുടങ്ങിയിട്ട്. മോഡേൺ ടൈലറിംഗ് ഷോപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ആദ്യം ചെറിയതായിട്ടാണ് തുടങ്ങിയതെങ്കിലും ഞങ്ങൾ ടൈലറിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 6 വർഷം മുമ്പ് സേവിയർ ഫാമിലിയുടെ
ധനസഹായം ലഭിക്കുകയും അതിൽ നിന്നാണ് ഞങ്ങൾക്ക് കൂടുതൽ തുണി ഇറക്കാനും ഇത് കട വിപുലീകരിക്കാനും സാധിച്ചത്. ഇപ്പോൾ നല്ല രീതിയിൽ കടയിൽ തുണികൾ വിറ്റുപോവുകയും എല്ലാ മോഡലുകളിലും ഉള്ള തുണിത്തരങ്ങൾ തയ്ച്ച് ആവശ്യക്കാർക്ക് കൊടുക്കുന്നതിനും നല്ല രീതിയിൽ വിപുലപ്പെടുത്തി നല്ല വരുമാനം നേടുന്നതിനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്.